നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ദാഹം ഉണ്ടാവണം, എനിക്ക് എന്റെ കർത്താവിനെ വിശ്വാസത്തോടെ തൊഴണം. ഒരുപാട് പേര് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു, വിളിച്ചപേക്ഷിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പോരെ മക്കളെ, എനിക്ക് എന്റെ കർത്താവിനെ വിശ്വാസത്തോടു കൂടെ തൊഴണം. നമ്മൾ വീണ്ടും വചനത്തിൽ കാണുന്നുണ്ട്, യേശുവിന്റെ സവിധ കടന്നു വന്നിരിക്കുക ഒരു പിതാവ്. ഈ പിതാവ് യേശുവിന്റെ സവിധ കടന്നു ചെന്നിട്ട് യേശുവിനോട് പറയുന്നുണ്ട്, പലപ്പോഴും എന്റെ പുത്രനെ തീയിലേക്കും വെള്ളത്തിലേക്കും തള്ളിയിട്ടുകൊണ്ടിരിക്കുക. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എന്റെ പുത്രനെ അലിവ് തോന്നി എന്റെ കൊച്ചിനെ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന പിശാച് ബാധയിൽ എനിക്ക് മോചനം തരണേ, എന്റെ കുഞ്ഞിനൊരു വിടുതൽ കൊടുക്കണേ. അതാണ് യേശുവിന്റെ സവിധയിൽ വന്ന് ആ പിതാവ് വലിയ വേദനയോട് പറഞ്ഞു. ആ സമയത്ത് യേശുവിന്റെ മറുപടി എന്താ? യേശു എന്തെന്നാ ആരോട് ചോദിച്ചേ? നിനക്ക് വിശ്വാസം ഉണ്ടോ? ഈ സമയത്ത് കർത്താവേ എന്റെ വിശ്വാസം ചിന്തിപ്പിക്കണമേ എന്നാണ് ആ പിതാവ് പറയാനുണ്ടായിരുന്നത്. വചനം വായിക്കുന്നത് ഇങ്ങനെയാ, പലപ്പോഴും അത് അവനെ നശിപ്പിക്കുവാൻ തീരും വെള്ളത്തിനും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണം. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവരെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഇതായിരുന്നു ആ കുട്ടിയുടെ പിതാവിന് പറയാനുണ്ടായത്. ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ചില കുടുംബങ്ങൾ ഇതുപോലെയാ. കുഞ്ഞുങ്ങളെ പിശാച് പിടിച്ചേക്കുക, തീയിലേക്കും വെള്ളത്തിലേക്കും ഈ കുഞ്ഞുങ്ങളെ വലിച്ചിട്ടുകൊണ്ടിരിക്കുക. ദിവസം മൊബൈൽ ഫോൺ അഡിക്റ്റ്. അതുപോലെ തന്നെ മോശം സൈറ്റുകളിലേക്ക് പോകുന്ന അവസ്ഥ, കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ താല്പര്യമില്ലാത്ത അവസ്ഥ, പല രീതിയിലും പിശാച് കുഞ്ഞുങ്ങളൊക്കെ വലയം ചെയ്തേക്കാം. ഈ പിതാവിനെ പോലെ ഈ കാലഘട്ടത്തിന്റെ മാതാപിതാക്കളും യേശുവിന്റെ സവിധയിൽ കടന്നു വന്ന് യേശുവിനോട് ചോദിക്കണം, പിതാവേ എന്റെ മകന്റെ അവസ്ഥ ഇങ്ങനെയാ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എന്റെ പുത്രനെ അലിവ് തോന്നി എന്നെ ഒന്ന് സഹായിക്കേ, എന്റെ കുടുംബത്തെ ഒന്ന് സഹായിക്കേ. യേശു പറയും, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവരെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. കണ്ടോ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ സവിധയിൽ കടന്നു വന്നപ്പോൾ, ആ യേശുവിന്റെ സവിധയിൽ കടന്നു വന്നതുകൊണ്ടല്ലേ ആ പുത്രന് സൗഖ്യം കിട്ടിയത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് നീ ഓടുന്നു, നിന്റെ മക്കളെ ഓർത്തുള്ള നൊമ്പരങ്ങളെ പേരെക്കൊണ്ട് അവിടേക്കും ഇവിടേക്കും ഓടുന്നു. പക്ഷെ നീ കടന്നു വരേണ്ടത് ഈ പിതാവിനെ പോലെ യേശുവിന്റെ സവിധിയാണ് കടന്നു വരണ്ടേ എന്ന് നീ ഓർത്തു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനം. ഈ ലാസർ മരിച്ചു 4 ദിവസം കഴിഞ്ഞിരിക്കുക. ഈ സമയത്ത് യേശു ലാസർ മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ആ കല്ലറയുടെ മുമ്പിൽ വന്നിരിക്കുക. യേശു പറയുന്നുണ്ട്, ആ കല്ലെടുത്ത് മാറ്റാൻ ഞാൻ ലാസറിന്റെ ഉയർപ്പ് കൊടുക്കാം. ലാസറിന്റെ സഹോദരൻ പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്കറിയാം ലാസർ മരിച്ച് കർത്താവ് വിഷമമുണ്ടെന്ന്, പക്ഷേ ഇപ്പോൾ ഈ കല്ലെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ, വലിയ ദുർഗന്ധം ഉണ്ടാവും. മരിച്ചു 4 ദിവസം കഴിഞ്ഞു, ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ, നിൽക്കാൻ പറ്റില്ല, ദുർഗന്ധം ഉണ്ടാവും. എന്നാ പ്രിയപ്പെട്ടവരെ, ഇവിടെ കാണാൻ സാധിക്കും യേശു എന്തെന്നാ അവളോട് പറഞ്ഞു. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? നമുക്ക് ഇന്ന് പറയാൻ സാധിക്കണം, വിശ്വസിച്ചാൽ ഞാൻ ദൈവമഹത്വം ദർശിക്കാം. വിശ്വസിച്ചാൽ ഞാൻ ദൈവമഹത്വം ദർശിക്കും. ഇതാ നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. പലപ്പോഴും നമ്മൾ ഉയർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കാതെ പോകുന്നത് നമ്മുടെ വിശ്വാസത്തിന് കുറവുകൊണ്ട്. നമ്മൾ ഉയർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിലേക്ക് എതിർ ചിന്തകൾ വരും. രോഗമൊന്നും മാറാൻ പോകുന്നില്ല, കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, കടബാധ വിട്ടുപോകില്ല, നീ പരീക്ഷ ജയിക്കില്ല, നിനക്ക് ഇത് തന്നെ അവസ്ഥയാണ്. ഈ എതിർ ചിന്തകൾ മുഴുവൻ നമ്മുടെ മനസ്സിലേക്ക് തരുന്ന പിശാച്. അത് നമുക്ക് വ്യക്തമായ വചനത്തിൽ കാണാൻ സാധിക്കും. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. വചനം പറയുകയാണ്, സംശയിക്കാതെ വിശ്വാസത്തോടുകൂടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ്. സംശയ മനസ്കരൻ
എല്ലാ കാര്യങ്ങളും ചഞ്ചല ചിത്തനുമായ ഒരുവന് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് ഒന്നും കിട്ടുമെന്ന് കരുതരുത്. സംശയ മനസ്കരൻ, എല്ലാ കാര്യങ്ങളും ചഞ്ചല ചിത്തനുമായ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് ഒന്നും കിട്ടുമെന്ന് നീ കരുതരുത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനി ആരാധനാ സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ വിശ്വാസത്തോടുകൂടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഒരുപാട് വേദനകളും നൊമ്പരങ്ങളുമായിട്ടല്ലേ നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഒരുപാട് നാളുകളായി നാം പ്രാർത്ഥിക്കുന്നു, ഉത്തരം കിട്ടാത്ത അവസ്ഥ. ഒരുപാട് സഹനങ്ങളിലൂടെ നാം കടന്നു പോകുന്നു, നമുക്ക് സൗഖ്യം കിട്ടാത്ത അവസ്ഥ. നമ്മുടെ സഹനങ്ങളെയും വേദനകളെയും എല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ഏത് മേഖലയിലാണ് കർത്താവ് പ്രവർത്തിക്കട്ടെ, രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് വിശ്വസിച്ചാൽ നീ ദൈവം മഹത്വം കാണും മക്കളെ. സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച് അതിനെ തുറന്നെന്ന് സ്തുതിച്ച് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും എല്ലാ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് രണ്ട് കരങ്ങൾ അങ്ങോട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി 5 പേരെ കേൾക്കുന്ന സ്വരത്തിൽ യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. അതിനെ തുറന്ന് വിളിച്ച് ഹൃദയം തുറന്ന് വിളിച്ച് മനമുരുകി എന്ന് വിളിച്ച് വിളിച്ച് യേശുവേ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ